ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പെസക അപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടി വറക്കാനായിട്ട് എടുത്ത് അതിനുശേഷം അത് തണുക്കാനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ നിരത്തി വെച്ചേക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി, ഉഴുന്ന്, കുറച്ച് ജീരകം, പിന്നെ ഒരു 3 ചുള വെളുത്തുള്ളി. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടുവരാം. അപ്പം ചുമന്നുള്ളി, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം അരച്ചതാണിത്. ഇത് ഉഴുന്ന് സെപ്പറേറ്റ് നമ്മളൊരു ജാറിൽ അരച്ചെടുത്തതാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച്, 1 സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തതാണ്. ഇത് നമ്മൾ ഇത് ചേർക്കാനാണ്. പിന്നെ നമ്മൾ ഈ കുരിശോല നമ്മൾ കുരിശാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് നമ്മൾ കുരിശിൻ്റെ ആകൃതിയിൽ നമ്മളത് റെഡിയാക്കിയെടുക്കും. കുരിശ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അപ്പത്തിൻ്റെ മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുരിശോല നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയ കുരിശോലയാണ്. ഇതിപ്പോൾ നമ്മൾ ആ ഉഴുന്ന് അരച്ച ജാറ് ഉഴുന്ന് മാറ്റിയതിന് ശേഷം ചുമന്നുള്ളിയും ജീരകവും വെളുത്തുള്ളി അരച്ച് സെപ്പറേറ്റ് അരയ്ക്കുകയാണ്. ആ കൂടെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് അരയ്ക്കാം. അപ്പം തേങ്ങ നല്ലപോലെ അരയണ്ട, ഒരു കുറച്ച് അരഞ്ഞാൽ മതി. ഒരു 50% അരഞ്ഞ് കിട്ടിയാൽ മതി. പേസ്റ്റ് പോലെ അരയ്ക്കാതെ എടുക്കുക. അപ്പം തേങ്ങയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ചെടുക്കുന്നു. അത് നമ്മൾ അരിപ്പൊടി ആദ്യം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് 2-ാം പാൽ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ 2-ാം പാൽ ചേർക്കുന്നത് ആദ്യത്തെ 1-ാം പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ 2-ാം പാൽ തേങ്ങാപ്പാൽ ചേർത്ത് ഉപയോഗിക്കുന്ന ഈ പൊടിക്ക് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 2-ാം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് ഇളക്കണം ആദ്യം. ഈ മിശ്രിതം, അതായത് ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തേങ്ങ ഇതെല്ലാം കൂട്ടി അരച്ച മിശ്രിതവും ചേർത്ത് നമ്മൾ ഉഴുന്നും ആദ്യം അരച്ച് വെച്ച അതും ഈ കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് അത്, ഉഴുന്ന് അരച്ച് വെച്ചതാണിത്. ഇതോടെയും കൂട്ടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ പരുവത്തിൽ ഇച്ചിരി ലൂസായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ അതിനെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കാനായിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിക്കാവുള്ളൂ. പോരാതെ വരുവാണെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഒരു ഇതിൽ വെച്ച് വേണം ഇടാനായിട്ട്. കൂടുതലിടരുത്, കാരണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടു വേണം നമ്മൾ അതിൻ്റെ അതിടാൻ. ഇതാണ് അതിൻ്റെ ആക്ച്വൽ മിക്സിങ് മെത്തേഡ്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അപ്പം പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. ഇത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തേച്ച് അതിൻ്റെ അകത്താണ് നമ്മളിത് ഇതിൻ്റെ ഒരു 50% ഫില്ല് ചെയ്താൽ മതി ബാറ്റർ. കാരണം ബാക്കി അത് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ അത് പൊങ്ങി വരുമല്ലോ. അതുകൊണ്ട് നമ്മളതൊരു 50% അത് നമ്മൾ അതിന് കനം കുറയുമ്പോൾ പെട്ടെന്ന് വേകാൻ എളുപ്പമുണ്ട്. അത് നമ്മൾ അതിൻ്റെ പൊക്കത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കുരിശ് അലകനം ചെയ്യുന്നു, അത് വെക്കുന്നു. ഈ കുരിശ് വെച്ച് നമ്മൾ ഫൈനലാണിത്. ഇതിന് ശേഷം ഇത് നമ്മൾ അപ്പച്ചമ്പിലേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പച്ചമ്പിലേക്ക് സ്റ്റീം ചെയ്യാനായിട്ടാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ അപ്പച്ചമ്പിലെ വെള്ളം ഓൾറെഡി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്മ് കുറച്ച്, അതിൻ്റെ വോളിയം കുറച്ചിട്ട് വീണ്ടും ഞാനിത് ഇറക്കി വെക്കുവാണ്. ഇറക്കി വെച്ചതിന് ശേഷം നമ്മളിത് മൂടി ഒരു 25 മിനിറ്റ് 30 മിനിറ്റോളം അത് വേവിക്കാനായിട്ട് വെക്കണം. നമുക്കൊരു 30 മിനിറ്റ് മിനിമം വേണം, അപ്പോഴേ അത് കംപ്ലീറ്റ് വെന്ത് വരുള്ളൂ. ഇപ്പോൾ അപ്പം റെഡിയായി. ഈ അപ്പമാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെയുള്ള നമ്മൾ ശർക്കര കാച്ചി തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ച് കുറച്ച് അരിപ്പൊടി കലക്കി അതിനകത്ത് കൊഴുപ്പ് കൂടുവാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ശർക്കരയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, തേങ്ങാപ്പാലും കൂട്ടി. അതിനുശേഷം നമ്മൾ കുരിശോല ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ബൗളിലേക്ക് ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ അപ്പം മുറിക്കുന്ന സമയത്ത് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫൈനലാണ്. അപ്പോൾ നമ്മൾ അപ്പവും ഇത് റെഡിയായി. ഇപ്പോൾ നമ്മൾ ബൈബിൾ വായന നടക്കുകയാണ്. And as they were eating, Jesus took bread, blessed and broke it, and gave it to the disciples and said, "Take,
Eat, this is my body. Then he took the cup and gave thanks and gave it to them, saying, Drink from it, all of you, for this is my blood of the new covenant, which is shed for many for the reminiscence of sins. But I say to you, I will not drink of this fruit of the vine from now until the day when I drink it new with you, my Father kingdom. This is the word of the Lord. Thanks be to God. And as they were eating, Jesus took bread, blessed and broke it, and gave it to the disciples and said, Take, eat, this is my body. Then he took the cup and gave thanks and gave it to them, saying, Drink from it, all of you, for this is my blood of the new covenant, which is shed for many for the remissions of sins. But I say to you, I will not drink of this fruit of vine from now on until the day when I drink it new with you in my Father's kingdom. This is the word of the Lord. You will read, Stephen? അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതേ എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയ ഉടമ്പടിയിലുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്നും ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവൻ ഒരു മലയിലേക്ക് പോയി.